എനിക്ക് മനസ്സിലായി. ഒന്നുമില്ല, മോക്ക് മനസ്സിലാവില്ല. ചെയ്തോ കറക്റ്റ് ആയിട്ട് പറ. ഞാൻ വ്ലോഗിൽ തീർന്നേ ചെയ്തോ? ഞാനുള്ള കറക്റ്റ് ആയിട്ട് ചെയ്തു. ഇയാള് എഡിറ്റർ ഒരു വർഷത്തിന് ശേഷം അങ്ങനെ 1 year എടുത്തു ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ. കാരണം ഈ വീഡിയോ കാണുന്തോറും പേടിയാവുമായിരുന്നു ഞങ്ങൾക്ക് ഇത് റീവിസിറ്റ് ചെയ്യാൻ. റൈറ്റ് അല്ലേ അപ്പോ? അതൊന്നുമല്ല, സമയം കിട്ടാതെ അവള് ചെയ്യാതിരുന്നത് വേറൊന്നുമില്ല. സോ ആസ് യു ക്യാൻ സീ, ഇത് ഞങ്ങളുടെ കല്യാണത്തിന് തലേന്നായിരുന്നു. ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ വന്നു. ഇതാണ് നമ്മുടെ അന്നത്തെ എന്താ പറയാ മണവാളൻ. അന്നത്തെ മണവാളനല്ലേ നീ? ഫോർ ദ ഡേ മണവാളൻ. ദാറ്റ്സ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഫർജു. ഇത് വേറൊരു ക്ലിപ്പ് ഇല്ലാത്തതുകൊണ്ട് കല്യാണ വീഡിയോയിൽ നിന്ന് എടുത്തിട്ട് നല്ല ക്ലിപ്പുകൾ. സോ ഇവര് റിസപ്ഷന് വന്നേക്കോ. ഇനി നാളെയാണ് കല്യാണം. ഭയങ്കര പാട്. അയ്യോ ചെറുക്കൻ ഒരു കണ്ണാടി വെച്ചിട്ട് ഒരുമാതിരി ബാക്കി നാളെ കല്യാണത്തിലോട്ട്. ഓക്കെ, ഇപ്പടെ ശരിക്കും എന്തോ നിനക്ക് തോന്നിക്കൊണ്ടിരുന്നത്? ഇതിപ്പോ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാതെ ഇങ്ങനെ ചെയ്ത് നീ താലി കെട്ടി കഴിഞ്ഞു. കഴിഞ്ഞ അതന്നെ അവിടെ കൂടുകൈ. ഞങ്ങള് ഒരേ ക്ലാസ്സിലാണ് പഠിച്ചത്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. ഇപ്പോഴും ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ഇനി എപ്പോഴും ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും. അങ്ങനത്തെ ഒരു ആളാണ്. ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഭയങ്കര നമുക്ക് എപ്പോഴും കൂടെ ഇരിക്കാൻ തോന്നുന്ന ഒരു ക്യാരക്ടർ. എനിക്ക് മാത്രമല്ല, ഞങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ആളാണ്. കുറുമുകിൽകളെ സിറുമുകകളിൽ യാർ തൂവിനാർ, മഴை കൊണ്ട് കവിதை தீட்டினார், இளம் பிறையின இதழிடையினில் யார் சூட்டினார், சிரித்திடும் சிலையை காட்டினார். எறும்புகள் சுமந்து போகுதே சர்க்கரை பாறை ஒன்றினை, இருதயம் சுமந்து போகுதே இனிக்கிற காதல் ஒன்றினை, என் சின்ன நெஞ்சின் மீது இன்ப வாரமேற்றி வைத்ததார். வானோடு தீட்டி வைத்ததா, தரையிறங்கி வந்து ஆடுகின்றதே, நிலாவை கூட்டி வந்ததா. கம்பன் சொல்ல வந்து ஆனால் கூச்சம் கொண்டு எழுதா ஓருவமை நீ, வர்ணம் சேர்க்கும் போது வர்மன் போதை கொள்ள முடியா ஓவியமும் நீ. எலோரா சிற்பங்களும் மீது காதலுறும், உயிரே இல்லாத கல் கூட காமமுறும், உன் மீது காதல் கொண்ட மானுடன் தான் என்ன ஆகுவான். സോ ഇതെല്ലാം കല്യാണം കഴിഞ്ഞിട്ടുള്ള ഷോർട്സാണ്. കല്യാണത്തിൻ്റെ ഇടയ്ക്കും ഒക്കെയുള്ള ഷോർട്സാണ്. പക്ഷേ ആക്ച്വലി പറയാനുള്ളത്, ടുഡേ ആസ് വി ടേൺ 1 year, ഞങ്ങൾക്ക് എല്ലാവരോടും താങ്ക്സ് പറയണം അല്ലേ? ഇപ്പോൾ ലൈക്ക് എവ്രി വൺ കെയിം. 3 ദിവസത്തേക്കൊക്കെ ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ച്, ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും. ഇന്ന് പല സ്ഥലത്തുനിന്ന് വന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവര് നമുക്ക് കാണിച്ച ആ ഒരു സ്നേഹവും അതുകൊണ്ട് ഈ ഫസ്റ്റ് ആനിവേഴ്സറിക്ക് വി വുഡ് ലൈക്ക് ടു താങ്ക് ദം ഫോർ. അവര് മാത്രമല്ല എല്ലാരെയും, എല്ലാവരും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും, ഫാമിലി ആയാലും നമ്മുടെ ഫാമിലി
ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണിത് സെറ്റാക്കി അടിപൊളിയാക്കി എടുത്തത്. സോ താങ്ക് യു സോ മച്ച് Yes. എവ്രിവൺ. സത്യം പറഞ്ഞാൽ ഇതൊന്നും ഞങ്ങൾക്ക് ഓർമ്മയില്ല, നടന്ന കാര്യങ്ങളൊന്നും പലതും ഓർമ്മയില്ലെങ്കിലും അല്ല എല്ലാം ഓർമ്മയില്ലാതില്ല, കുറച്ചൊക്കെ ഓർമ്മയുണ്ട്, കുറച്ചൊന്നും ഓർമ്മയില്ല. എല്ലാം ഓർമ്മയില്ലെന്ന് പറഞ്ഞ ആൾക്കാരെന്ത് ഫീലിംഗ് ഓർമ്മയില്ല. കാരണം ഫീലിംഗ് ഓർമ്മയില്ല, ഫീലിംഗ് ആണല്ലോ ഓർമ്മയില്ലാത്തത്.